സോ നമ്മുടെ യൂണിറ്റി ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 5th വീഡിയോ ആണിത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോന് ശേഷം അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യണത്. കുറച്ച് ഒക്യുപ്പൈഡ് ആയിപ്പോയി. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്രിപ്റ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ പ്ലെയറിനെ കൺട്രോൾ ചെയ്യാം, ഈ ടോപ്പിക്സ് ആയിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ക്യാമറ പ്ലെയറിനെ ഫോളോ ചെയ്യിക്കാം. ഇപ്പോൾ നമ്മളൊരു തേർഡ് പേഴ്സൺ ഗെയിമിലാണെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഗെയിം നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറ അയാൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നോക്കാം. സോ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്ലെയർ ഇവിടെ ഉണ്ട്, മെയിൻ ക്യാമറ ഇവിടെ ഉണ്ട്. നമ്മൾ മെയിൻ ക്യാമറേനെ പ്ലെയറിലേക്ക് പാരൻ്റ് ചെയ്തു. പാരൻ്റ് ചെയ്യാന്ന് വെച്ചാൽ കോൺസെപ്റ്റ് സിമ്പിളാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ഫോം അഥവാ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ആൻഡ് റൊട്ടേഷനെ ഈ ചൈൽഡ് ഒബ്ജക്റ്റ് മിമിക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ക്യൂബ് ഉണ്ട്. ഞാൻ തൽക്കാലം മെയിൻ ക്യാമറേനെ ഇവിടെ അൺപാരൻ്റ് ചെയ്തു. ക്യൂബിൻ്റെ ഒരു കോപ്പി ഞാൻ ക്രിയേറ്റ് ചെയ്യാം. Ctrl+D. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ക്യൂബിനെ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് മൂവ് ചെയ്യാം. ഈ ക്യൂബിനെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ പ്ലെയർ 1 ഈ ഫസ്റ്റ് പ്ലെയറിലേക്ക് ഞാൻ പാരൻ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ പ്ലെയർ 1 ഞാൻ സെലക്ട് ചെയ്തു. പ്ലെയർ 1നെ ഞാൻ മൂവ് ചെയ്തു, പ്രത്യേകിച്ചൊന്നും സംഭവിക്കണില്ല. പക്ഷെ ഞാൻ പ്ലെയറിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ പ്ലെയർ 1 ആ പ്ലെയറിനെ മിമിക് ചെയ്യുകയാണ്. അതായത് എന്തൊക്കെ നമ്മൾ പ്ലെയർ 1ൽ ചെയ്യുന്നോ അതേ ആക്ഷൻസ് ഈ പ്ലെയർ 1 ഫോളോ ചെയ്യും. കാരണം പ്ലെയർ 1 ഇപ്പോൾ നമ്മുടെ പ്ലെയറിൻ്റെ ചൈൽഡാണ്, പ്ലെയർ 1ൻ്റെ പാരൻ്റാണ്. അപ്പോൾ അങ്ങനെ യൂഷ്വലി പാരൻസിനെ ചിൽഡ്രൻ ഫോളോ ചെയ്യുമല്ലോ. ആ സെയിം കോൺസെപ്റ്റ് തന്നെ ഇപ്പോൾ പാരൻറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ സ്കെയില്, അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ റൊട്ടേഷൻ, ഇതെല്ലാം തന്നെ ചൈൽഡും ഫോളോ ചെയ്യും. അപ്പോൾ അതാണ് ബേസിക്കലി പാരൻറ്റിങ്. ഞാനിപ്പോൾ ഈ ക്യൂബിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മെയിൻ ക്യാമറേനെ പ്ലെയറിലേക്ക് പാരൻ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ക്യൂബിനെ സെലക്ട് ചെയ്തു. ക്യൂബിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യൂബ് മൂവ് ചെയ്യണതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ പ്ലെയറിനെ സെലക്ട് ചെയ്ത് പ്ലെയർ മൂവ് ചെയ്യണതിൻ്റെ ഒപ്പം ക്യാമറ പ്ലെയറിനെ ഫോളോ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഗെയിമിൽ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ പ്ലെയറിനെ ഫോർവേഡ് മൂവ് ചെയ്യുന്നു, ബാക്ക്വേഡ് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാമറ പ്ലെയറിനെ ഫോളോ ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ക്യൂബിനെ ഫോർവേഡ് മൂവ്മെൻ്റ് ആയാലും ബാക്ക്വേഡ് ആണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഞാനിതിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ അതിനൊപ്പം റൊട്ടേറ്റ് ആവുകയാണ്. സോ അത് എന്താ പറയുക, അതൊരു വിയേർഡ് ബിഹേവിയറാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്ലെയറിൻ്റെ XY ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് മാത്രം കിട്ടിയാൽ മതി, റൊട്ടേഷൻ കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൻ ക്യാമറയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് എഴുതാം. സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റിൽ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ക്യാമറ ബിഹേവിയർ സ്ക്രിപ്റ്റ്, ക്യാമറ ബിഹേവിയർ. ഓക്കെ, നമുക്ക് ക്യാമറ ബിഹേവിയർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ക്യാമറ ബിഹേവിയർ നമ്മൾ നമ്മുടെ ക്യാമറയിലേക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ക്യാമറയോട് പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് ഫോളോ ചെയ്യാനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലെയറിൻ്റെ റെഫറൻസ് ഇവിടെ എടുക്കാം. സീരിയലൈസ് ഫീൽഡ് പ്രൈവറ്റ് പ്ലെയർ ബിഹേവിയർ. ഞാനിത് എന്തുകൊണ്ട് പ്ലെയർ ബിഹേവിയർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പ്ലെയർ ബിഹേവിയർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് നമ്മൾ നമ്മുടെ പ്ലെയറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതൊരു കാര്യം. നമുക്കിപ്പോൾ പ്ലെയറിനെ പ്ലെയർ ബിഹേവിയർ എന്ന് പറഞ്ഞ റെഫറൻസ് അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഗെയിം ഒബ്ജക്റ്റായിട്ടും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എന്താ പറയുക, നമ്മൾ പ്ലെയർ ബിഹേവിയർ എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആക്സിഡൻ്റലി വേറൊരു ഗെയിം ഒബ്ജക്റ്റിനെ, കാരണം എല്ലാം ഗെയിം ഒബ്ജക്ട്സാണ്,
നമ്മളവിടെ പ്ലെയറിനെ വെച്ചാലും പ്ലാറ്റ്ഫോമിനെ വെച്ചാലും ഈവൻ ഡയറക്ഷൻ ലൈറ്റ് വെച്ചാൽ പോലും അതെല്ലാം ഗെയിം ഒബ്ജക്ട്സാണ്. അപ്പോൾ പ്ലെയർ ബിഹേവിയർ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്ലെയർ ബിഹേവിയർ റെഫറൻസ് പുറത്തേക്ക് എക്സ്പോസ് ചെയ്തു. ഇനി പ്ലെയർ ബിഹേവിയർ മെയിൻ ക്യാമറയിലേക്ക് നമുക്ക് ഈ സ്ക്രിപ്റ്റ് അറ്റാച്ച് ചെയ്യാം. ക്യാമറ ബിഹേവിയർ നമ്മുടെ പ്ലെയറിനെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് മെത്തേഡിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ ഇനി അപ്ഡേറ്റ് മെത്തേഡിൻ്റെ അകത്ത് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഈക്വൽ ടു പ്ലെയർ ബിഹേവിയർ. പ്രൈവറ്റ് വേരിയബിൾസിന് നമ്മൾ ക്യാമൽസ് കീസാണ്, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ മതി. ഓക്കെ, സോ ഡോട്ട് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ സിമ്പിൾ സ്ക്രിപ്റ്റാണ്. അതായത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ട്രാൻസ്ഫോം വേറെ ഒന്നുമല്ല, നമ്മുടെ ഏത് ഒബ്ജക്റ്റിലേക്കാണോ ഏത് ഗെയിം ഒബ്ജക്റ്റിലേക്കാണോ നമ്മുടെ ബിഹേവിയർ അറ്റാച്ച് ചെയ്തേക്കണേ അതിൻ്റെ ട്രാൻസ്ഫോം കോമ്പണൻറ്റിനെയാണ് ഈ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ റെഫറൻസ് ചെയ്യണേ. അത് നമ്മൾ വേറെ എടുക്കേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഇൻഹെറൻ്റ്ലി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് മെയിൻ ക്യാമറയുടെ പൊസിഷനെ നമ്മൾ എന്താക്കണം, നമ്മുടെ പ്ലെയർ ബിഹേവിയറിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ പൊസിഷൻ ആയിരിക്കണം. അതായത് എന്താണ് പ്ലെയർ ബിഹേവിയറിൻ്റെ പൊസിഷൻ വരുന്നത് അത് മെയിൻ ക്യാമറയിലേക്ക് പാസ് ചെയ്യണം. സോ നമ്മളത് പാസ് ചെയ്തു. നമുക്കിനി സേവ് ചെയ്യാം. മെയിൻ ക്യാമറ പ്ലെയർ ബിഹേവിയർ ഞാൻ അറ്റാച്ച് ചെയ്തു. ഓക്കെ, നമുക്കിനി മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ബേസിക്കലി പ്ലെയറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ സ്ക്രീൻ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. പക്ഷേ ക്യാമറ നമ്മളൊരു ഇപ്പോൾ കൊടുത്തത് എന്താണോ പ്ലെയറിൻ്റെ പൊസിഷൻ, ആ പൊസിഷനെ ക്യാമറ എടുക്കാനാണ് പറഞ്ഞേക്കണേ. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പ്ലെയറുമായിട്ട് ഓവർലാപ്പ് ചെയ്തു പോയി. അപ്പോൾ ശരിക്കും എന്താ വേണ്ടത്, നമ്മുടെ ക്യാമറ പ്ലെയറിനേലും കുറച്ച് ബാക്കിലേക്കൊന്ന് നമുക്കൊരു ഡിസ്റ്റൻസ് കൊടുക്കേണ്ടി വരും, ഒരു ഓഫ്സെറ്റ് വാല്യൂ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഒരു വെക്റ്റർ 3 എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് നമുക്ക് എക്സ്പോസ് ചെയ്യാം. വെക്റ്റർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഇൻറ്റീജർ ഫ്ലോട്ട് അല്ലാണ്ട് അതുപോലെ തന്നെ 3 ഇൻറ്റീജേഴ്സിനെ അല്ലെങ്കിൽ 3 ഫ്ലോട്ടിനെ ഒരുമിച്ച് ഒരു ഡാറ്റ ടൈപ്പായിട്ട് സ്റ്റോർ ചെയ്യണതാണ് വെക്റ്റർ. സോ വെക്റ്റർ 3 എന്ന് പറയുമ്പോൾ അതിൽ 3 ഫ്ലോട്ട് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. വെക്റ്റർ 3 ഇൻറ്റ് ആണെങ്കിൽ 3 ഇൻറ്റ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ വെക്റ്റർ നോക്കി, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെക്റ്റർ 2 ഉണ്ട്, വെക്റ്റർ 2 ഇൻറ്റ് ഉണ്ട്, വെക്റ്റർ 3 ഇൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വെക്റ്റർ 3 കൊടുക്കാം. ഓഫ്സെറ്റ്, ഈ വേരിയബിളിന് ഓഫ്സെറ്റ് നമുക്ക് പേര് കൊടുക്കാം. നമ്മളിവിടെ സേവ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്പെക്ടറിൽ നോക്കുകയാണെങ്കിൽ 3 വാല്യൂസ് എക്സ്പോസ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ 3 വാല്യൂസാണ് ഈ വെക്റ്റർ 3 ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഫ്സെറ്റിനെ നമ്മുടെ പ്ലെയറിൻ്റെ പൊസിഷൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിതിപ്പോൾ ആഡ് ചെയ്തു. ഇനി ഈ വാല്യൂ നമുക്ക് റിയൽ ടൈമിൽ സെറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതല്ലേ ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, ഇസഡ് ആക്സിസിൽ ബാക്കോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇസഡ് ആക്സിസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ബാക്കിലേക്ക് വന്നു. കുറച്ച് നമുക്ക് ഹൈറ്റ് കൊടുക്കാം. ഹൈറ്റ് നമ്മൾ കൊടുത്തു. ഇത് ഓൾമോസ്റ്റ് ഒരു ഐഡിയൽ പൊസിഷനാണ്. കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ബാക്കിലോട്ട് മൂവ് ചെയ്യാം, കുറച്ചും കൂടി അപ്പറാക്കി വയ്ക്കാം. ഓക്കെ, ഇത് മതി. ഇനി നമ്മൾ പ്ലേ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ വാല്യൂസ് റീസെറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ പ്ലേ മോഡിൽ തന്നെ ഇട്ടിട്ട് കോപ്പി കോമ്പണൻറ്റ് കൊടുക്കുക. നമുക്ക് എന്നിട്ട് പ്ലേ മോഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കോമ്പണൻറ്റ് വാല്യൂസ്. ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത വാല്യൂസ് ഇവിടെ സെറ്റായി. നമ്മളിതിപ്പോൾ സേവ് ചെയ്തു. ഇനി നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലൊക്കേഷനിലേക്ക്, ഇതിപ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ടെക്സ്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ട് കാണുന്നു വരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ മൂവ്മെൻറ്റിൽ എൻ്റെ റൊട്ടേഷൻ, ഞാൻ പ്ലെയറിൻ്റെ റൊട്ടേഷൻ ഞാൻ ചേഞ്ച് ചെയ്തെന്ന് വെച്ചോ. റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഒപ്പം നമുക്ക് ആ റൊട്ടേഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്ക്രിപ്റ്റ്.
ഇതൊരു ബേസിക് ക്യാമറ ഫോളോയിങ് സ്ക്രിപ്റ്റ് ആണ്. ഇത് മാത്രമല്ല ശരിക്കും മെത്തേഡ്, നമുക്ക് ഒരുപാട് മെത്തേഡ്സിൽ സെയിം കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ബെറ്റർ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ബേസിക്കലി ക്യാമറ ഫോളോയിങ് ചെയ്യാറ്, അതിന് പറ്റിയ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു സീരീസിൽ ചെയ്യാം. ഇത് അബ്സല്യൂട്ട് ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഇത് വെച്ച് കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ എത്ര ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.